വീണ്ടും നമ്മളൊരു വർക്കിംഗ് മോർണിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ ഫോൾ സീസൺ ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഇത് കണ്ടോ, ഈ ഇലകളൊക്കെ എന്ത് രസമാണ്. ഇവിടെ ഇപ്പോൾ ഫുൾ ഇങ്ങനെ യെല്ലോ, ഓറഞ്ച്, റെഡൊക്കെ ആയിട്ട് നിൽക്കുക കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാറ്റിലും മഴയിലും ഇതിപ്പോൾ തന്നെ പൊഴിഞ്ഞു പോകുന്ന ലക്ഷണമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മരങ്ങളിലൊന്നും ഇലയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ഡൾ സീസൺ ആയിരിക്കും. നല്ല തണുപ്പ് കൂടി. ഞാൻ നല്ല കട്ടി ജാക്കറ്റിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ആൻഡ് സി റോഡ്സ് ഒക്കെ ഒരുമാതിരി എംറ്റി. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണോ? നമ്മളിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എന്നോടൊപ്പം ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലിനിക്കിലൊന്ന് വെയിറ്റ് ചെയ്യാം. ഡോറ് ക്ലോസ് അതിൻ്റെ ആക്സസ് കീ ഇല്ല. ക്ലിനിക്കിൽ കയറി കഴിഞ്ഞിട്ട് ഫുള്ള് ബിസി ആയിരുന്നു. അതിനിടയ്ക്ക് ഒന്നും റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇതിപ്പോൾ വൈകുന്നേരമായിട്ടോ നമ്മളുടെ മീനൂട്ടീൻ്റെ 10th ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി ഒരു ഡിന്നറിന് വന്നേക്കാണ് പുറത്ത് മാഞ്ചസ്റ്ററിലാട്ടോ. എവിടെയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ നവാബിൽ വന്നത്. മീനുക്കുട്ടിയുടെ 10th ബർത്ത്ഡേ. എത്രാമത്തെ ബോധ്യ മീനുകുട്ടി? നമ്മൾ മാത്രമല്ല കേട്ടോ ഡിന്നറിന് വന്നിരിക്കുന്നത്, ഇനി ഒരു ടീമും കൂടെ ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരും കൂടെ ഒരു കാറിൽ വരാൻ പറ്റാത്തത് കൊണ്ട് 2 കാറിൽ വന്നു. അപ്പോൾ അവർ നമ്മളെക്കാട്ടിലും കുറച്ച് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ യൂഷ്വലി ബുക്ക് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ ടേബിൾ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ടേബിളൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു വലിയ ഗ്രൂപ്പായിട്ടാണല്ലോ വരുന്നത്. പക്ഷേ നമുക്ക് 9 മണിക്കായിരുന്നു ബുക്കിംഗ്. വന്നിട്ടും നമ്മളൊരു 10-20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. നല്ല സൂപ്പർ ക്രൗഡഡ് ആയിരുന്നു. വീക്കെൻഡ് അല്ല, ഇതൊരു വീക്ക് ഡേ ആയിരുന്നു. എന്നിട്ടും അങ്ങനെ വന്ന് നമ്മളെല്ലാവരും ഒന്ന് സെറ്റിലായി കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് സ്പ്ലിറ്റായി. യൂഷ്വലി ഒരു ബൊഫേ ആണല്ലോ, അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ ചോയ്സ് ഓഫ് മീൽ പല ഡയറക്ഷനിലായതുകൊണ്ട് പലരും പല വഴിക്ക് സ്പ്ലിറ്റായിട്ട് പോയി. സ്റ്റാർട്ടേഴ്സ് കുറേ ഉണ്ടല്ലോ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ. എനിക്കും രജിത്തിനും പൊതുവേ നോർത്ത് ഇന്ത്യൻ ഫുഡിനോടൊരു താല്പര്യം കൂടുതലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചാട്സിൽ നിന്നാണ് തുടങ്ങിയത്. ചാട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്റ്റാർട്ടേഴ്സ് എടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടില്ലേ, കുറേ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല വൈബാണ്. നാട്ടിലെ എനിക്ക് നമ്മുടെ ആബ്സല്യൂട്ട് ബാർബിക്യൂൻ്റെ ഒരു ബാർബിക്യൂ നേഷൻ്റെയൊക്കെ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാനും രജിത്തിൻ്റെയും ഒരു യൂഷ്വൽ ഗോ ടു പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഇന്ത്യൻ ഫുഡ് ക്രേവ് ചെയ്യുമ്പോൾ ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ ഇങ്ങനത്തെ ബൊഫേസ് ഓപ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതിൽ തന്നെ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ നവാബ്. നമ്മളെല്ലാവരും കൂടി ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് സ്വീറ്റ് സെക്ഷൻ അധികം അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ചൂട് ജിലേബിയും അതിൻ്റെ മേലെ റബ്ബടിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാനിത് എടുത്തു. കുറച്ച് കാൽക്കൂവി എടുത്തു, ഒരു ജിലേബി, കുറച്ച് റബ്ബി എടുത്തു. റബ്ബി ജിലേബി അപ്പോഴേക്കും മീനുട്ടിയുടെ കേക്ക് കെട്ടിയാനായിട്ട് അവരൊരു കുട്ടി കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ലിവർപൂളിൽ വരുന്ന സമയത്തിൽ മീനുട്ടിക്ക് 7 വയസ്സാണ്. അന്ന് റിലേറ്റീവിൽ അവൾ കാണാനും ഹൈറ്റിലും ഒക്കെ മൊത്തത്തിൽ ചെറുതാണ്. ഈ ഒരു 3 വർഷം കൊണ്ട് പിള്ളേർ എത്ര പെട്ടെന്നല്ലേ വലുതാവുന്നത്. അതുപോലെ തന്നെയാണ് ആദ്യം. അവൻ തീരെ ചെറുതായിരുന്നു. പക്ഷേ പിള്ളേരൊക്കെ 3 വർഷം കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വളർന്ന് വലുതായിപ്പോയി. ഒരു മെച്ചുവേർഡ് ലെവലിലേക്ക് എത്തി. നാട്ടിലൊക്കെ ഉള്ളതിനെക്കാട്ടിലും പെട്ടെന്ന് പിള്ളേർ ഇവിടെ മെച്ചുവറാവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിവിടുന്ന് ഇറങ്ങായി കേട്ടോ. ഓൾമോസ്റ്റ് 11 മണിയായി. 11 മണി വരെയാണ് ഇവരുടെ ടൈം. അത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് അവർ ഇറക്കി വിടുന്ന ഒരു സ്റ്റേജ് വരെ നമ്മളവിടെ ഇരുന്നു. പിന്നെ നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് റഷ് ചെയ്യണം. ഇവിടുന്ന് ഒരു 40 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് ലിവർപൂളിന് പോകാനായിട്ട്. ഞാൻ മീനുട്ടിക്കുണ്ടല്ലോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഡേ എൻഡ് ചെയ്യുന്നവരെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കരുതി പോകുന്നതിന് മുന്നേ കൊടുക്കുക. അതാകുമ്പോൾ അവൾക്ക് ഒന്നും കൂടി ഒരു ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ. എല്ലാ സെലിബ്രേഷനും കഴിഞ്ഞ് നമുക്ക് പിന്നെ ഒരു കിട്ടുമ്പോൾ ആ ഒരു ബർത്ത്ഡേൻ്റെ ഹാപ്പിനെസ് ഡബിൾ ആവും. എനിക്ക് പൊതുവേ ഉണ്ടല്ലോ പിള്ളേരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരുടെ ഒരു വൈബിൽ ജെല്ലാവാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരും അത്യാവശ്യം നല്ല സ്വീറ്റാണ്. അവരും എൻ്റെ അടുത്ത് വളരെയധികം നല്ല കുട്ടികളാണ്.
അങ്ങനെ ഞാൻ മീനൂട്ടിക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ 10th ബർത്ത്ഡേക്ക് എനിക്ക് 10 സാധനങ്ങൾ കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 10ലേക്ക് എത്തിയില്ല. ഓൾമോസ്റ്റ് 8 ആയപ്പോഴേക്കും പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഷി വാസ് സോ ഹാപ്പി. ഭയങ്കര ഹാപ്പി ആയിരുന്നു മീനൂട്ടി. അപ്പോൾ ആദ്യം ഇങ്ങനെ സൈഡിൽ നോക്കണുണ്ടായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ 2 മാസം മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു ഹാപ്പി ഡേ നമ്മളെല്ലാവരും കൂടെ കുറേ നാളിന് ശേഷം വന്ന് സ്പെൻഡ് ചെയ്തിട്ട് വി ആർ ഗോയിങ് ബാക്ക്. അപ്പോൾ നമ്മൾ 5 പേരും വന്ന പോലെ തന്നെ ഒരു വണ്ടിയിലും അവർ മറ്റേ കാറിലായിട്ടാണ് തിരിച്ച് ലിവർപൂളിന് പോകുന്ന വഴിയിലുണ്ടല്ലോ ഇത് ഏതോ ഒരു സൂപ്പർ കാർ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറി. അത് കണ്ടപ്പോഴത്തേക്ക് ഈ ചെക്കന്മാർക്കെല്ലാം കൂടെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ആവേശമായിരുന്നു. തന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ ആ പുള്ളിക്കത് മനസ്സിലായി തോന്നുന്നു. പുള്ളി ഇടയ്ക്കൊന്ന് സ്ലോ ചെയ്ത് ഇങ്ങനെ ഊന്നാക്കുന്ന ഒരു സൗണ്ടില്ലേ അതൊക്കെ ആക്കി കൊടുത്ത് ഇവരങ്ങനെ സാറ്റിസ്ഫൈഡ് ആയി. ഞാനിവിടെ മ്യൂട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ ജോലിക്ക് പോകണം. കണ്ടോ, ഇന്നും ഒരുമാതിരി മഴയൊക്കെ ആയിട്ട് മൂടിക്കിട്ടിയ ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ സമയം 8:30 ഞാൻ ക്ലിനിക്കിൽ ആൻഡ് വി ആർ ബാക്ക് അഗൈൻ അറ്റ് ദ ക്ലിനിക്. വീണ്ടും മോർണിംഗ് ആണ്. ഇന്നലെ ഉണ്ടല്ലോ നമുക്ക് പോയില്ലേ, അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നപ്പോഴേക്കായി. പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ നമുക്ക് കുറേ ടയർഡാകുമല്ലോ. അങ്ങനെ ഇന്നും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാണ്. കാരണം ഇന്നലെ ഒത്തിരി ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് രാവിലെ കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് വിശക്കും. നോക്കാം, എന്തായാലും ഇന്ന് ഹാഫ് ഡേ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒക്കെ തന്നെയാണ് എൻ്റെ ഒരു യൂഷ്വൽ വീക്കും അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഡേ ഒക്കെ. രാവിലെ ക്ലിനിക്കിൽ വരിക, പിന്നെ ഫുൾ ഓൺ വൈകുന്നേരം വരെ ബിസി ആയിരിക്കും അൺലെസ് നമുക്ക് എന്തെങ്കിലും ഒരു ക്യാൻസലേഷൻ കിട്ടുന്നവരെയൊക്കെ. അപ്പോൾ ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ പോയിട്ട് നമുക്കൊരു ചെറിയ പരിപാടിക്ക് പോകാനുണ്ട്. നവരാത്രിൻ്റെ പൂജയുണ്ട്. അപ്പോൾ അതിന് പോകണം. അതിന് മുന്നേ എനിക്ക് ഉച്ചയ്ക്ക് ആദ്യം ഒന്ന് ടെസ്കോയിൽ പോകണം, എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. നല്ല മഴ എന്ന് വെച്ചാൽ ഇവിടെ പെരും മഴ. ഇവിടെ അത് കൊടയും പിടിച്ച് നടക്കാൻ പറ്റില്ല, കാറ്റ് കാരണം. എന്ത് മഴയാണ്. ഇന്ന് നമ്മുടെ നവരാത്രി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഹിന്ദു സമാജം ഒരു ജസ്റ്റ് പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടൊരു പൂജ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, ഒരു പൂജാരിനെയൊക്കെ വെച്ചിട്ട്. അപ്പം നമ്മൾ അവിടെ പോകാൻ റെഡിയായി നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ നമുക്ക് പൂജയ്ക്ക് പോകാൻ ഇറങ്ങാമേ. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട് ഏകദേശം. ജോലിക്ക് വന്നിട്ട് പിന്നെ നമ്മൾ റെഡിയായ കാരണം കുറച്ച് ലേറ്റായി. സാരമില്ല, നമുക്ക് പോയിട്ട് വരാം. ഇറങ്ങിയ പാടെ ഇവിടെ ഫുള്ള് മഴയാണെന്ന്. നല്ല തണുപ്പും. നമ്മളിവിടെ എത്തി കേട്ടോ, പക്ഷെ നല്ല മഴ, സൂപ്പർ മഴ. നമ്മളിവിടെ എത്തിയപ്പോഴേക്കുണ്ടല്ലോ പൂജ അത്യാവശ്യം ഒന്ന് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡാൻസ് പഠിക്കുന്നവരും പാട്ടും മറ്റേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവരെല്ലാവരും അവരവരുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി. രാത്രോ പ്രദീപാദികം സ്യാദേവം രവിധീപദർശ ചെലങ്ക പൂജയ്ക്കുള്ള ചെലങ്കയാണത്. പരിപാടിയും പൂജയൊക്കെ കഴിഞ്ഞു. നമ്മൾ പോവാണ്. സമയം 10:30 നാളെ നമുക്ക് ജോലിയുണ്ട്. പോയിട്ട് കിടന്നിട്ട് ഇനി നാളത്തേക്കൊക്കെയുള്ള പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ പിന്നെ കാണാം. ബൈ. പൂജയെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടെ പ്രസാദം ഉണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി, സാമ്പാർ, കേസരി, പിന്നെ അവിടെ നേദിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന നല്ല ശർക്കര പായസം, നല്ല നല്ല കടും പായസം എന്ന് നമ്മൾ പറയില്ലേ നാട്ടിൽ, അത് നല്ല വാഴയിലൊക്കെ തന്നപ്പോൾ എനിക്ക് ശരിക്കും നാട്ടിലെ അമ്പലത്തിൽ നിന്ന് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വീണ്ടും നമ്മൾ രാവിലെ ജോലിക്ക് പോവുകയാണ്. ടൈം ഈസ് അറൗണ്ട് 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ വിൻ്ററായി തുടങ്ങിയതുകൊണ്ടുണ്ടല്ലോ രാവിലെ എണീക്കാനും റെഡിയാവാനും ഒക്കെ ഒരു മടിയാണ്. ഞാൻ പൊതുവേ ഒരു സമ്മർ ഗേളാണ് കേട്ടോ. എനിക്ക് വിൻ്റർ അത്ര താല്പര്യമില്ല. വിൻ്റർ ഇഷ്ടമില്ലാത്തതിൻ്റെ റീസൺ എനിക്ക് തണുപ്പിനോടുള്ള ടോളറൻസ് ഭയങ്കര കുറവാണ്. ഞാനിങ്ങനെ കിടുങ്ങും ആ സമയമാകുമ്പോൾ. അതുകൊണ്ട് ഐ പ്രിഫർ സമ്മർ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമല്ലോ, നമ്മുടെ ചോയ്സ് അനുസരിച്ചല്ലല്ലോ ക്ലൈമറ്റ്. അപ്പോൾ പോവാം. 8:30 ചെന്നൊന്ന് സെറ്റ് ആകുമ്പോഴേക്കും 9 മണിക്ക് പേഷ്യൻസ് വരാറാവും. ഇതൊക്കെയാണ് എൻ്റെ ക്ലിനിക്കിൻ്റെ സറൗണ്ടിങ് കേട്ടോ. ഒരു ട്രാഫിക് ഐലൻഡാണ് ഇതിന് ചുറ്റും. പൂക്കളൊക്കെ തീരാനായി. ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. ആൻഡ് ഹിയർ വി ആർ. നമ്മൾ ക്ലിനിക്കിലെത്തി. ഇറ്റ്സ് എ ഓൾഡ് വിൻറ്റേജ് ബിൽഡിംഗ്. ഇനി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് സഡൻ ഒരു ക്വിക്ക് ചേഞ്ച്, ക്വിക്ക് ഗെറ്റ് റെഡി ആയിട്ട് പോകാൻ. ഓൾറെഡി എൻ്റെ പേഷ്യൻ്റ് ഒന്ന് വെയിറ്റിംഗ്. നേരത്തെ എത്തി. ഇവിടുത്തെ പേഷ്യൻസൊക്കെ പിന്നെ വളരെ നേരത്തെ ആയിരിക്കുമല്ലോ.
ബ്രേക്ക് ആയിട്ടോ. ഞാനപ്പോൾ ഇന്ന് രാവിലെ ഒന്നും കഴിക്കാൻ തോന്നാം, നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് റൈസും ക്യാബേജ് തോരനും കേടും അച്ചാറും ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ചൂടാക്കിയിട്ട് കഴിക്കാൻ നല്ലതായിട്ട് വിശക്കുന്നു. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ കൊണ്ടുവന്നില്ലായിരുന്നു, കഴിച്ചില്ല ആക്ച്വലി വീട്ടിൽ നിന്ന്. ഇന്ന് ഞാൻ ആദ്യം ഒരു അലാം വെച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് അടിച്ചിട്ടില്ല. പിന്നെ ഒരു കിടപ്പും കൂടി വന്നിട്ട് ഭയങ്കര ലേറ്റായിപ്പോയി. അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇപ്പോൾ 1 മണിയായതേ, ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്താണ് കുറച്ച് തോരൻ, അച്ചാറ്, കേട് അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം. വിശന്നിരിക്കുന്നതാണെന്ന് അറിയില്ല, എല്ലാത്തിനും ഭയങ്കര മണവും ഭയങ്കര ടേസ്റ്റും ഒക്കെ തോന്നുന്നു കഴിക്കട്ടെ. പക്ഷെ തൈര് ചൂടാക്കി ഞാൻ മണ്ടത്തരം കാണിച്ചു. തൈര് വല്ലാതെ ചൂടായിട്ട് വെള്ളമായിപ്പോയി. കാരണം അങ്ങനെ നമ്മുടെ ജോലി കഴിഞ്ഞു. 6 മണിയായി. ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുവാണ്. നല്ല ഇത് കണ്ടോ, ക്ലൈമറ്റ് നല്ല മൂടിക്കെട്ടി നിൽക്കുമല്ലേ, മഴ പെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഭയങ്കര ഡല്ലായിട്ടുണ്ട്. രജിത്ത് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. ഞാനേ ക്ലിനിക്കിന് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. വന്നു, ഇതാ വന്നു, എന്നെ വിളിക്കാൻ വന്നു. അങ്ങനെ നമുക്ക് 2 പേർക്കും ഒരു ലോങ് ഡേ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു, 3-4 ദിവസത്തെ കമ്പൈലേഷൻ ആയിരുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ.